എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലും. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോള് യക്ഷിയമ്മയുടെ അരിയിരുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് തന്നെ രഘുവരനെ കൂടി എന്നിട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഉണ്ണിമോളെ, എന്റെ മോളെ കണ്ടോ? തമ്പുരുമോളെ കണ്ടോന്ന് ചോദിക്കാം. കണ്ടു. അവൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം. അവളൊന്നും പറഞ്ഞില്ല. അവളല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കില്ലോ, നമ്മളോടൊന്നും സംസാരിക്കത്തില്ലോ. അവൾ യക്ഷിയമ്മയോട് മാത്രം സംസാരിക്കോളൂ എന്ന് പറയാം. അത് ശരിയാ. ദേ ഈ അച്ഛൻ പുറത്തിരിപ്പണെന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. അവളുടെ മനസ്സ് മാറ്റിയെടുത്തേക്കല്ലേ യക്ഷിയമ്മ. അപ്പൊ യക്ഷിയമ്മേനെ മാത്രം അവൾക്ക് അറിയാത്തുള്ളൂ അല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അത് മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ. ഇനിയിപ്പം നമ്മള് തമ്പുരുവിന്റെ മനസ്സ് മാറ്റാണ്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടതും രഘുവരന് ഭയങ്കര സങ്കടമായിപ്പോയി. രഘുവരൻ പറഞ്ഞു, എന്റെ മോളെ ഞാൻ ഇവിടെ കാത്തിരിക്കുക. പക്ഷേങ്കില് അവള് അതിന്റെ അകത്ത് അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലാതിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ കിട്ടിയില്ലെങ്കിൽ ഞാനിനി ഇവിടെ തന്നെ ഇരിക്കും. ഒരു കാരണവശാലും ഇവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകത്തില്ല. ഇവിടെ ഇരുന്ന് ഞാൻ മരിക്കത്തുള്ളൂ. എന്റെ മോള് അകത്തുണ്ടല്ലോ, ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്നൊക്കെ രഘുവരൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോണ്ടായില്ല. ഒരു കാരണവശാലും തമ്പുരിനെ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോളോട് ചോദിച്ചു, അല്ല ഉണ്ണിമോളെ, യക്ഷിയമ്മ ഉണ്ണിമോളോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. ഞാൻ ഗിരിദേവൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. യക്ഷിയമ്മേനെ നൃത്തത്തിൽ തോൽപ്പിക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ യക്ഷിയമ്മ പറഞ്ഞു, എന്നെ നൃത്തത്തിൽ തോൽപ്പിക്കാനായിട്ട് ആർക്കും പറ്റില്ല. അപ്സരസുകളുടെ അടുത്ത് വരെ ഞാൻ അവരെ തോൽപ്പിച്ച് ഞാൻ നൃത്തത്തിൽ വിജയം നേടിയതാ. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, എന്റെ ചേച്ചിക്ക് യക്ഷിയമ്മനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ ചേച്ചിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കുക. ഗിരിദേവ, എനിക്ക് ചേച്ചി ഇല്ലല്ലോ വിളിച്ചോണ്ട് വരാനായിട്ട്. ആകെ പടയുള്ള ചേച്ചി ആദരി ചേച്ചിയാ. ആദരി ചേച്ചിക്ക് നൃത്തമൊന്നും വശമില്ല. പിന്നെ എങ്ങനെയാ എന്താ ചെയ്യണ്ടേ? യക്ഷിയമ്മയുടെ മുന്നിലേക്ക് ഞാൻ ആരെ കൊണ്ടേലും ഞാൻ യക്ഷിയമ്മയുടെ കള്ളമല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക. ഉണ്ണിമോൾക്ക് ആകെപ്പാടെ വല്ലാത്ത വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അനസൂയയും വിനോദം വല്ലാത്തൊരവസ്ഥയില. അനസൂയ വിനോദിനോട് പറഞ്ഞു, നമ്മൾ അന്വേഷിക്കാവുന്നിടത്തല്ല ഉണ്ണിമോളെ അന്വേഷിച്ചില്ലേ, ഇനി നമ്മൾ എവിടെ ചെന്ന് അന്വേഷിക്കുമെന്ന് ചോദിക്കാം. വിനോദ് പറഞ്ഞു, എനിക്കറിയത്തില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാ വന്നേ. എന്റെ മോളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഇരിക്കില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ്. ഇത് കേട്ടം അനസൂയ പറഞ്ഞു, അവൾക്കൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കുമല്ലോ എനിക്കറിയത്തില്ല. ഗിരിദേവൻ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ എന്റെ മോളിപ്പം മരിച്ചിട്ടുണ്ടായിരിക്കും. എന്റെ മോളെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ പറയരുത് വിനോദേട്ടാ. ഇതേ അവസാനമായിട്ട് ഉണ്ണിമോളെ കാണും. വിനോദേട്ടന്റെ കൈ കൊണ്ട് വിനോദേട്ടൻ അവൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കും. അതിനുശേഷം അവൾക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടും വിനോദ് പറഞ്ഞു, അപ്പൊ എന്റെ മോള് മരിക്കൂന്നാണോ നീ പറയണ? അങ്ങനെയല്ല വിനോദേട്ടൻ പറഞ്ഞേ. വിനോദേട്ടന്റെ അരിയിലേക്ക് ഉണ്ണിമോള് വരുമെന്നാ ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും വരുമെന്ന് പറയാം. അല്ലാതെ അവൾക്ക് ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. എനിക്ക് എന്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് എങ്ങനെ അറിയണേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനി ചേച്ചി നിന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയം അഖിൽമാൻ പറഞ്ഞു, അതെ വെല്ലുമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു പറയാണ്. മിനി വന്ന് ഫോൺ എടുത്തു. അനസൂയാന്ന് പറഞ്ഞപ്പോ എന്താ അനസൂയെന്ന് ചോദിക്കുക. അല്ല മിനി ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് വന്നോന്ന് ചോദിക്കാം. ഇല്ല, ഉണ്ണിമോള് വന്നില്ല എന്ന് പറയാം. നിങ്ങൾ ഉണ്ണിമോളെ അന്വേഷിക്കാൻ പോയിട്ടോ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കാം. ഇല്ല, അവളെ കുറിച്ച് ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. അല്ല മിനി ചേച്ചി, അവിടെ വെച്ച പൂക്കളൊക്കെ അതൊക്കെ വാടിയോന്ന് ചോദിക്കാം. ഇല്ല, കുറച്ച് മാത്രമേ വാടിയിട്ടുള്ളൂ, ഇനിയും വാടാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അനസൂയയ്ക്കും വിനോദിനും ഒരു സന്തോഷവും സമാധാനമായത്. അല്ല അമ്മ എന്തേ, അമ്മയുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുത്തേ, അമ്മയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിനു പറഞ്ഞു, അമ്മ ഇവിടെ ഇല്ലെന്ന് പറയാണ്. ഇല്ല, അമ്മ പിന്നെ എവിടെ പോയി? എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഉണ്ണിമോളയുടെ കഥ എഴുതാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അമ്മ എന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അവസാനം ഞാൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, ഉണ്ണിമോളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അങ്ങനെ അമ്മ ഇവിടുന്ന് പോയേക്കുവാന്ന് പറയണേ. എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല എന്ന് പറയണ. ഇത് കേട്ടത് അനസൂയയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായത്. എന്നിട്ടോ, ചേച്ചി അന്വേഷിച്ചു പോയില്ല? ഇവിടെയൊക്കെ അന്വേഷിച്ചു, ഇവിടെയൊന്നും കണ്ടില്ല എന്ന് പറയാണ്. എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യുന്ന ഓർത്തോണ്ട് കോള് കട്ട് ചെയ്യുകയാണ് അനസൂയ. വിനോദിച്ച് എന്താ, എന്ത് പറ്റി? അമ്മ അറിഞ്ഞു ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യം. അമ്മ എങ്ങോട്ടാ പോയെന്ന്, എങ്ങോട്ടാന്ന് അറിയത്തില്ലാന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം തന്നെ അമ്മേനെ അന്വേഷിച്ചു പോവാം. എന്റെ ഭഗവാനെ അയ്യപ്പസ്വാമി, എന്റെ അമ്മയ്ക്കും ഉണ്ണിമോൾക്കും ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഭക്തൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഭക്തന്റെ അരിയിലേക്ക് തിരുമേനി വന്നു. തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്താ ഭക്തൻ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാനേ ഉണ്ണിമോളെ ആ കഥയെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. അത് ഇതുവരെയായിട്ടും തീർന്നില്ലേ, എഴുതി കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. എഴുതി കഴിഞ്ഞെങ്കിലും അതിനകത്ത് ചില സംശയങ്ങളൊക്കെ എന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. എന്ത് സംശയങ്ങള്? അല്ല, വിനോദ് വീട് വിട്ടിറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ആ സർപ്പത്തെ ആരാധിക്കുന്ന ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ചാണ് ഉണ്ണിമോള് കാണുന്നതെന്ന് പറഞ്ഞു വിനോദിനെ. അങ്ങനെയാണെങ്കിൽ വിനോദ് അവിടെ എങ്ങനെയാ ചെന്നു പെട്ടത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? കഥയാകുമ്പത്തേനും ആൾക്കാർ അതൊക്കെ ചോദിക്കില്ലേ? അപ്പൊ എനിക്കതിന് മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അല്ലെങ്കിൽ കഥ ഒരിക്കലും നല്ല രീതിയിൽ പോകത്തില്ല. എല്ലാ ചോദ്യത്തിനുള്ള മറുപടി വേണം കഥയ്ക്കകത്തെന്ന് പറയണം.
അതിനിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, ഭക്തനോട് ഇരിക്കുക. അത് പറഞ്ഞു തരാൻ ഹെൽപ്പുള്ള ആരെങ്കിലും അയ്യപ്പസ്വാമി ഇങ്ങോട്ട് അയക്കും. അയ്യപ്പസ്വാമിയുടെ കഥ എഴുതാനായിട്ടല്ലേ ഭക്തൻ വന്നിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ ഭക്തയുടെ കഥ എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഭക്തന്റെ അടുത്തേക്ക് ഉണ്ണിമോളുടെ ആ കഥ പറഞ്ഞു തരാൻ ആരെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇനിയിപ്പോൾ ആ കഥ പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. ദേവികമ്മ എങ്ങോട്ടോ പോയി. ദേവികമ്മയ്ക്കോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതറിയാവുന്ന ആരെങ്കിലും വന്നേ മതിയാവുള്ളൂ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവികമ്മേനെ അന്വേഷിച്ചുകൊണ്ട് അനസൂയയും വിനോദും വരുന്നത്. പിന്നീട് അവർ ചോദിച്ചല്ല മുത്തശ്ശിനെ എവിടെ എങ്ങനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു അത് ദേവികമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ദേവികമ്മ എങ്ങോട്ടോ പോയെന്ന് അറിയത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട വിനോദും അനസൂയ നിന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചുള്ള ടെൻഷനായിരുന്നു വിനോദിന് മനസ്സെന്നറിയും. ഈ സമയം ഭക്തൻ പറഞ്ഞു ഉണ്ണിമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എങ്ങോട്ടാ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അധിക ദൂരം എന്തായാലും പോയിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയാണ്. അല്ല ഞാൻ ഉണ്ണിമോളെ കുറിച്ചുള്ള കഥ എഴുതാൻ വന്ന, പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. വിനോദ് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ള ആ സർപ്പാരാധന നടത്തുന്ന അവിടെ ആ കാവിൽ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് എങ്ങനെയാണ് വിനോദ് എത്തിയെന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനസൂയ ബാക്കി കഥകൾ പറയാണ്. വിനോദേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ഞാൻ വിനോദേട്ടനെ ഞാനാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ വിനോദേട്ടൻ്റെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഉണ്ണിമോളെ ആ സർപ്പക്കാവ് വെച്ച് കണ്ടു. അതിനുശേഷമാണ് വിനോദേട്ടൻ്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നത്. അങ്ങനെയാണ് വിനോദേട്ടൻ പിന്നെ ഇങ്ങോട്ട് മടങ്ങി വന്നത്. പിന്നീട് ഞാൻ ഉണ്ണിമോളുടെ അമ്മയായിട്ട് മാറി. അതൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ കഥകൾ പറഞ്ഞു തരാൻ ആരെങ്കിലും വരുമെന്ന്. ഭക്തൻ പറഞ്ഞു ഇപ്പോഴെല്ലാ കാര്യങ്ങളും മനസ്സിലായി. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടിയെന്ന് പറയാണ്. ദേവികമ്മ അധികം ഒന്നും പോയിട്ടുണ്ടായിരിക്കില്ല. കുറച്ച് ദൂരം ചെന്നാൽ കാണാൻ പറ്റിയേക്കുമെന്ന് പറയാണ്. പിന്നീട് അനസൂയയും വിനോദം കൂടെ ദേവികമ്മേനെ അന്വേഷിച്ച് പോകണം. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവികമ്മ നടന്നു പോകുന്നുണ്ട്. ഓടി അവരടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അടുത്തേക്ക് എന്നിട്ട് അമ്മ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുക. എനിക്ക് എൻ്റെ ഉണ്ണിമോളെ കാണണമെന്ന് പറയാണ്. ദേ ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അമ്മ ഞങ്ങൾ അറിഞ്ഞു. ദേ ഉണ്ണിമോളെ അന്വേഷിച്ച് അമ്മ എങ്ങോട്ടും പോകണ്ടെന്ന് പറയാം. അത് പറ്റില്ല അനസൂയെ, എനിക്ക് എൻ്റെ മോളെ കാണണം. എൻ്റെ മോളെ കാണാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അവളെ കാണുന്നോടം വരെ ഞാനിങ്ങനെ അലഞ്ഞു തിരിയൂന്ന് പറയാം. പെട്ടെന്ന് അനസൂയ അമ്മയെന്ന് പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിക്കണം. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അമ്മയുടെ ഉണ്ണിമോൾ ഒരിടത്തും പോകത്തില്ല. ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കില്ല. അതൊക്കെയല്ലേ ഞങ്ങളും കൂടെ ഉണ്ടല്ലോ. പിന്നെ അമ്മ എന്തിനാ വിഷമിക്കണം എന്ന് ചോദിക്കും. എന്നാലും എനിക്ക് എൻ്റെ ഉണ്ണിമോളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് അവളെ വേണമെന്ന് പറയാം. അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേവികമ്മയുടെ കൈ പിടിച്ച് അവരങ്ങോട്ടേക്ക് നടക്കുവാണ്. ഈ സമയം യഷ്യമ്മയുടെ വീടിന് മുന്നിൽ ഗിരിദേവനും ഉണ്ണിമോളും വാവയെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉണ്ണിമോള് പറഞ്ഞു ഞാൻ യഷ്യമ്മയോട് പറഞ്ഞ കള്ളത്തരമല്ലേ എൻ്റെ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം ഒരിക്കലും പറയല്ലെന്ന്. എന്താ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാലും കള്ളത്തരം പറയല്ലെന്ന്. വാവ പറഞ്ഞു കള്ളത്തരം പറയുന്ന മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിലാണ് പ്രശ്നം. ഇതിപ്പോൾ ആരെയും നമ്മൾ ദ്രോഹിക്കുന്നില്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അങ്ങനെ കള്ളത്തരം പറഞ്ഞേ. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും ഗിരിദേവ എൻ്റെ ചേച്ചീനെന്നും പറഞ്ഞ് ആരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ യക്ഷ്യമ്മയ്ക്ക് എൻ്റെ കള്ളത്തരം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായിരിക്കും യക്ഷ്യമ്മ എൻ്റെ ചേച്ചിനെ കുറിച്ച് അന്വേഷിക്കാത്ത അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് നിന്നു. കാറിനകത്തുനിന്ന് രഘുവരൻ ഇറങ്ങുവാണ്. രഘുവരൻ ഇറങ്ങി വന്നിട്ട് ഉണ്ണിമോടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കുകയാണ്. ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോള് തുറന്നു നോക്കാൻ പറയണം. ഉണ്ണിമോള് തുറന്നു നോക്കി. ഒരു ക്ഷേത്രത്തിന്റെ മാതൃക ഇരുന്നതിനകത്ത്. ഇതെന്താ അങ്കളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം. അതെ ഉണ്ണിമോള് പണിയാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ മാതൃകയാന്ന് പറയാം. ഇത് കേട്ടതും ഞാനോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ഉണ്ണിമോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഗിരിദേവനും ഭാവിയും പരസ്പരം നോക്കി ചിരിക്കുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.